പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 27-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ അവസാനത്തെ വർക്കിംഗ് വീക്കിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4 വേഴ്സ് 13 നാം ഇപ്രകാരം വായിക്കുന്നു: അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. നാം ഇപ്പോൾ വായിച്ചു കേട്ട വാക്യത്തിന്റെ പശ്ചാത്തലം നമുക്ക് ഏവർക്കും പരിചിതമാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലാണ് ഇതിന് ആധാരമായ സംഭവം ആരംഭിക്കുന്നത്. അതെ, പത്രോസും യോഹന്നാനും 9-ാം മണി നേരമായപ്പോൾ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നുപോയപ്പോൾ ഉണ്ടായ സംഭവമാണ് ഇതിന് നിദാനമായിരിക്കുന്നത്. അതിലേക്കൊന്നുമല്ല ഇന്നത്തെ വാഗ്ദത്ത വചനം നയിക്കുന്നത്. നാം വായിച്ചു കേട്ട വാഗ്ദത്ത വചനത്തിൽ ഒരു കൂട്ടം ആളുകൾ, ഈ ശിഷ്യന്മാർ പത്രോസും യോഹന്നാനും ആരാണ് എന്ന് തിരിച്ചറിയുകയാണ്. ആരാണ് തിരിച്ചറിഞ്ഞത്? അധികാരമുള്ളവർ, നീതിപീഠത്തിന്റെ ഉന്നത സ്ഥാനീയർ, എന്തും കൽപ്പിച്ചാൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കണമെന്ന് പദവിയുള്ളവർ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയെ കൊല്ലണമോ ജീവിക്കണമോ തുറുങ്കിലടയ്ക്കണമോ എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കുവാൻ പ്രാപ്തിയുള്ള കയ്യഫാവും ഹന്നാവും അലക്സണ്ടറും അതിൽ പ്രമാണികളും ഒക്കെയായി ഒരു കൂട്ടം ആളുകൾ ഇതാ ഈ ദൈവമക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തധികാരം കൊണ്ടാണ് ഈ 40 വയസ്സിലധികം പ്രായമുള്ള അമ്മയുടെ ഗർഭപാത്രം മുതലേ മുടന്തനായിരിക്കുന്ന ഈ മനുഷ്യന് സൗഖ്യം കൊടുത്തത്? ഇത് കേട്ടതുമല്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ് ശക്തമായി പറഞ്ഞു, അതെ, യേശു ക്രിസ്തുവാകുന്ന നിങ്ങൾ തള്ളിക്കളഞ്ഞ അതേ മൂലക്കല്ലായി തീർന്ന യേശുവിൽ കൂടെയാണ്, മറ്റാരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതെ, ഒട്ടും ഭയമില്ലാതെ, ഒട്ടും ആശങ്കയില്ലാതെ, അടുത്ത നിമിഷം തങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് ഒരു വീണ്ടും വിചാരവുമില്ലാതെ അവരോട് ചോദിച്ചപ്പോൾ അവർ അറിഞ്ഞ സത്യം ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ ഒരു വലിയ അധികാര കൂട്ടം ഒരു കാര്യം മനസ്സിലാക്കി: ഇവർ സാമാന്യ ജനമാണ്, ഇവർക്കധികം പഠിപ്പില്ലാത്തവരാണ്, പക്ഷേ ഇവരുടെ ഉള്ളിൽ ഒരാൾ ജീവിക്കുന്നു, ഇവർ യേശുവിനോടൊപ്പം ഉള്ളവരാണ്. ജനുവരി മാസം 27-ാം തീയതി അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ഒത്തിരി കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവരാണ്. എൻ്റെ കുടുംബം, എൻ്റെ സഭ, എൻ്റെ വീട്, എൻ്റെ മക്കൾ എന്നു വേണ്ട എൻ്റേത്, ഞാന് എന്നുള്ളതിൽ നാം ഒത്തിരി അഭിമാനിക്കുന്നവരും അതിൽ നാം വളരെയധികം മറ്റുള്ളവരോട് ഉയർത്തി പറയുന്നവരും ലഭിക്കപ്പെടുന്ന സ്ഥാനങ്ങളിലൊക്കെ നാം അതിനെ സ്തുതിക്കുന്നവരുമാണ്. എന്നാൽ
ഈ പാവപ്പെട്ട സാധുക്കളായ ഈ ശിഷ്യന്മാരെ കുറിച്ച് ഉന്നത അധികാര വർഗം ഒരു കാര്യം പറയുകയാണ്: ഇവർ യേശുവിനോട് കൂടെ ഉള്ളവർ എന്നും അവർ അറിഞ്ഞു. ദൈവമക്കളെ, നമ്മെക്കുറിച്ച് മറ്റൊരാൾ എന്താണ് അറിയുന്നത്? ഈ വ്യക്തി CSI സഭയുടെ അംഗം, മർത്തോമ സഭയുടെ അംഗം, ഓർത്തഡോക്സ് സഭയുടെ അംഗം, പെന്തക്കോസ് സഭയുടെ അംഗം എന്നു വേണ്ട, പഴയതും പുതിയതുമായ സഭയുടെ അംഗത്വം, ഇന്ന കുടുംബത്തിലെ ഇന്ന ആളിന്റെ മകൻ, മകൾ, ഇന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾ, അറിയാമോ ആ വലിയ വീടിന്റെ ഉടമ, ഇതിലൊക്കെയല്ലേ നമ്മൾ പലപ്പോഴും സന്തോഷിക്കുന്നതും ഊറ്റം കൊള്ളുന്നതും. ഇതൊന്നും വേണ്ട എന്നല്ല, വേണം. പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ ഉപരിയായി മുൻപിൽ നിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും നിങ്ങളും യേശുവിന്റെ വകയാണ്. യേശുവിന്റെ വകയാണെന്ന് മറ്റൊരാൾ പറയുമ്പോഴാണ് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം സാക്ഷ്യപൂരിതമാകുന്നത്, സൗരഭ്യമായി തീരുന്നത്. പ്രിയ ദൈവമക്കളെ, അതിനു വേണ്ടി നാം ഒരുങ്ങണം. അതാണ് നമുക്ക് വേണ്ടത്. എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും, എത്ര ഉന്നത കുലജാതരാണെങ്കിലും, ഏത് സഭയുടെ അംഗങ്ങളാണെങ്കിലും അതൊക്കെ ഈ ലോകത്തിൽ കെട്ടടങ്ങിപ്പോകും. എന്നാൽ നിലനിൽക്കുന്നതും നിത്യമായതും നിത്യതയിൽ എത്തിക്കുന്നതും യേശുവിനോട് കൂടെ ഉണ്ട് എന്നറിയുന്നതിൽ മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ പാവപ്പെട്ട സഹോദരങ്ങളെ യേശുവിന്റെ കൂടെ ഉള്ളവർ എന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ ഒരാരാധനയും മുടങ്ങാത്ത എന്നെയും നിങ്ങളെയും, കൂട്ടായ്മകൾ മുടങ്ങാത്ത നമ്മെ, പ്രസംഗിക്കുന്ന, പാടുന്ന, പ്രാർത്ഥന നടത്തുന്ന, ശുശ്രൂഷിക്കുന്ന, ദൈവമക്കളെ ആദരിക്കുന്ന എന്നെയും നിങ്ങളെയും ഏത് വിധത്തിലാണ് മറ്റൊരാൾ അറിയുക? നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് നിലയിലാണ് അറിയുക? നിശ്ചയമായും ഈ നാളുകളിൽ സാക്ഷ്യം വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ ദൈവമക്കളെ അറിഞ്ഞതുപോലെ എന്നെയും നിങ്ങളെയും യേശുവിനോട് കൂടെ ഉള്ളവർ എന്ന് 4 പേർ അറിയട്ടെ. അതിൽ നാം അഭിമാനിക്കണം, അതിൽ നാം സന്തോഷിക്കണം, ഒട്ടും പിന്നോട്ട് നിൽക്കരുത്. അതെ, ഞാൻ എൻ്റെ യേശുവിന് ഉള്ളവനാണ്, ഉള്ളവളാണ് എന്ന് ധൈര്യത്തോടെ എവിടെ നിന്ന് പറയണം. അപ്പോൾ മറ്റുള്ളവർ പറയും, കണ്ടോ ആ വ്യക്തി യേശുവിനോട് ചേർന്ന് ജീവിക്കുന്നതാണ്. അവരുടെ സാക്ഷ്യത്തിന് വേണ്ടിയല്ല, ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. അതെ, ഇതാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയ സഹോദരീ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമ്മുടെ കുടുംബപ്പേരിനേക്കാൾ, നമ്മുടെ സഭാ നാമത്തേക്കാൾ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ, രാഷ്ട്രീയ പിൻബലങ്ങളെക്കാൾ, പ്രത്യയശാസ്ത്രങ്ങളെക്കാൾ നാം ഈ ലോകത്തിൽ വലുതെന്നും ഉന്നതെന്നും എന്തെല്ലാം കരുതിയിട്ടുണ്ടോ അതിനെക്കാട്ടിലുമൊക്കെ അനേകം മടങ്ങ് ഉയരത്തിൽ ഞാൻ, എന്റെ കുടുംബം യേശു ഉള്ളവരാണെന്ന് അറിയുവാൻ ഇടയാകട്ടെ. അങ്ങനെ സാക്ഷ്യമുള്ള ജീവിതത്തിന്റെ ഉടമകളായി തീരട്ടെ, ധന്യതയോടെ ജീവിപ്പാൻ ഇടയാകട്ടെ. ഈ പാവപ്പെട്ടവർ ഈ നിലയിൽ ധൈര്യമായിട്ട് യേശുവിനെ പ്രസംഗിച്ചത് കൊണ്ട് നാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് 3000 പേർ യേശുവിനോട് ചേർന്നു. 4-ാം അധ്യായം വരുമ്പോൾ അതെ 5000 പുരുഷന്മാർ തന്നെ യേശുവിനോട് ചേരുകയാണ്. അതാണ് അതിന്റെ വ്യത്യാസം. അതെ, നമ്മൾ യേശുവിനുള്ളവരാണ് എങ്കിൽ ആൾക്കാര് യേശുവിനെ തേടി വരും, യേശുവിനെ അറിയും. നമ്മുടെ സഭയിൽ ശുശ്രൂഷകൾ വളരും, ഉയരും. നമ്മുടെ സഭ മന്ദീഭവിച്ചിരിക്കുകയാണോ? നമ്മുടെ കൂട്ടായ്മ മന്ദീഭവിച്ചിരിക്കുകയാണോ? നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ശുശ്രൂഷകൾ, വചന കേൾവികൾ, വചന ശുശ്രൂഷകൾ ഇപ്പോഴും അതേപടി നിൽക്കുകയാണോ? നിശ്ചയമായും എവിടെയോ തകരാറ് പറ്റിയിട്ടുണ്ട്. യേശുവിനുള്ള സ്ഥാനം മറ്റു പലർക്കോ മാറിപ്പോയി. പ്രസംഗിച്ച ആളിനോ, നേതൃത്വം കൊടുക്കുന്ന ആളിനോ, അല്ലെങ്കിൽ മറ്റു പല പങ്കും വഹിക്കുന്നവർക്കും പേര് പോയപ്പോൾ സഭ ശുഷ്കിച്ചു.
എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ മുൻപോട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആളുകളുടെ എണ്ണം കൂടുകയാണ്. വലിയ പുരുഷാരമായി മാറുവാൻ ഇടയായി. കാരണം എന്താണ്? അവർ യേശുവിൽ ഉള്ളവരെന്ന് മറ്റവർ അറിഞ്ഞു. അതെ, മറ്റുള്ളവർ നമ്മിൽ യേശു ഉണ്ടെന്ന് അറിയട്ടെ, അവർ സാക്ഷിക്കട്ടെ. അങ്ങനെ ധന്യമായൊരു ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിന് പ്രാർത്ഥനാപൂർവം നമ്മെ തന്നെ ദൈവവരങ്ങളിൽ ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ശാന്തവും മനോഹരമായ പുത്തൻ പ്രവർത്തന ആഴ്ചവട്ടത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ലോകപ്രകാരം ഒന്നും പറഞ്ഞ് പുകഴുവാൻ ഇല്ലാത്ത, പഠിപ്പില്ലാത്ത സാധാരണക്കാരായ മുക്കുവരായ ഈ യേശുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് അധികാരവൃന്ദം, സകലത്തിനും അധികാരമുള്ള ഒരു കൂട്ടം, അവർ യേശുവിനോട് കൂടെ ഉള്ളവർ എന്ന് തിരിച്ചറിയുവാൻ ഇടയായി. അപ്പാ, വഷളത്വം നിറഞ്ഞ ഈ ലോകത്തിൽ, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ലോകത്തിൽ, വെല്ലുവിളികൾ ഏറി വരുന്ന ഈ ലോകത്തിൽ ഞങ്ങൾ യേശുവിനുള്ളവരാണെന്ന് അറിയുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഇടയാകണമേ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എത്രയേറി വന്നാലും അങ്ങേ തള്ളിപ്പറയുവാൻ ഒരു കാരണവശാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേൾക്കുന്ന നിന്റെ എല്ലാ മക്കൾക്കായും സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ യേശു ഉണ്ടെന്ന് മറ്റുള്ളവരുടെ മുമ്പാകെ സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ സഹായിക്കണമേ. അങ്ങനെ അനേകർ യേശുവിനെ അറിയുവാൻ, യേശുവിൽ വസിപ്പാൻ, യേശുവിൽ ജീവിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമാക്കി ദൈവകൃപയോടെ ഞങ്ങളെ പരിപാലിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും യേശുവിനുള്ളവരാണെന്ന് ലോകമറിയട്ടെ, മറ്റുള്ളവർ അറിയട്ടെ. അങ്ങനെ അവരും യേശുവിനെ നമ്മിൽ കൂടെ തിരിച്ചറിയട്ടെ. യേശുവിനെ അറിഞ്ഞാൽ എല്ലാമായി. നമ്മുടെ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ, നമ്മുടെ മനക്ലേശങ്ങൾ, ആകുല ചിന്തകൾ, സകല വിഷയത്തിനും പരിഹാരം യേശുവാണ്. അതെ, ആ യേശു നമ്മിൽ കൂടെ, എന്നിൽ കൂടെ ജീവിപ്പാൻ എൻ്റെ കുറവുകളെ, നമ്മുടെ കുറവുകളെ പരിപൂർണമായി ഏറ്റുപറഞ്ഞ് സമർപ്പിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless you all.